നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങി കാണുമായിരിക്കും എല്ലാവരും. അത് കവർ ചെയ്തിട്ടില്ലെങ്കിൽ, പൊതിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനൊരു ഐഡിയ കാണിച്ചു തരാം. എൻ്റെ ഐഡിയ അല്ല, ഞാനൊരു സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണ്. പക്ഷെ അത് നമ്മൾ ഇതുവരെ അങ്ങനെ എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നെന്ന് അറിയില്ല. ഒരു നല്ലൊരു ഓപ്ഷനാണ് അത്. ജസ്റ്റ് ഒന്ന് കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയും. നമ്മൾ നോർമലി ബുക്ക് കവർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കവർ ചെയ്ത് ഇതിൻ്റെ 2 കോർണർ നമ്മൾ കട്ട് ചെയ്ത് കളയാറുണ്ട്. അതൊന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 കോർണറും ചെറുതായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തോ മാറ്റി കഴിഞ്ഞിട്ടാണ് നമ്മളത് അകത്തോട്ട് ഫോൾഡ് ചെയ്യുന്നത്. ഇങ്ങനെയല്ലേ നമ്മൾ ഇങ്ങനെയാണ് സാധാരണ നോർമലി ഞാനൊക്കെ പഠിച്ചപ്പോഴും അല്ല ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പോഴും മോന് ചെയ്തു കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മളിവിടെ. പക്ഷെ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഈ കോർണർ ഭാഗം കണ്ടോ, ഇതിങ്ങനെ കീറിപ്പോവും. കുട്ടികൾ ബാഗിൽ എടുക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ കോർണർ കീറി പോകുന്നുണ്ട്. പക്ഷെ വേറൊരു രീതിയിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മളൊരു വീഡിയോ കണ്ടു. പക്ഷെ അത് നല്ലൊരു ഐഡിയയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ പേപ്പർ എവിടെയും കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യാതെ തന്നെ നമ്മൾ ഈ പേപ്പർ ഈ ബുക്കിൻ്റെ അകത്തോട്ട് ഫോൾഡ് ചെയ്യുകയാണ്. ഇത് കണ്ടോ, നമ്മൾ ഈ ബുക്കിൻ്റെ ഈ ഫോൾഡിങ്ങിൻ്റെ അകത്തോട്ട് വെക്കുകയാണ്, അല്ലാതെ നമ്മൾ ഈ പേപ്പർ കട്ട് ചെയ്യുന്നില്ല. ഈ കോർണർ നോക്കി, കോർണർ നല്ല ഷാർപ്പായിട്ട് ഈ ബുക്കിൻ്റെ ആ ബൈൻഡിങ്ങിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ ഈ നമ്മളിവിടെ കട്ട് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലംസ് ഒഴിവാകും. ഇതിങ്ങനെ കീറിപ്പോകുന്ന പ്രശ്നം നമുക്ക് ഇതോടെ സോൾവ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല ഐഡിയ ആണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ സൈഡ് മടക്കി അകത്തോട്ട് നമുക്ക് ഗമ്മ് വെച്ചോ എങ്ങനെയെന്ന് വെച്ചാൽ ടേപ്പ് ചെയ്യുക. ഇത് കഴിയുമ്പോൾ നമുക്ക് ആ നേരത്തെ കാണിച്ച ഇങ്ങനെ ഈ കീറി പോകുന്നൊരു പ്രോബ്ലം ശരിക്കും നമുക്ക് ഒഴിവാക്കാം. നല്ല ഷാർപ്പായിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ ഈ ബുക്കിൻ്റെ ഈ പുറം പേജിലുള്ള ഡാമേജ് ഉണ്ടാകത്തുമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു നല്ല ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നി.